ഹലോ സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നിറക്കൂട്ടിലെ നിങ്ങളെ സ്വന്തം ദിവ്യ. ഞാൻ അണ്ണനിട്ടൊരു പണി എടുക്കുകയാണ്. ഇന്ന് കർക്കിടക മാസം ഇല്ലേ, വിളക്കൊന്ന് തേപ്പിക്കേ. ഒന്ന് സഹായിക്കണ സംഭവം. വിളക്ക് താവ് പിടിച്ച വിളക്ക് കരുവാതെ വെച്ച വിളക്ക് കരുവി വൃത്തിയാക്കി എടുക്കുന്ന ഒരു മാർഗമാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു ചുടുകട്ട എടുക്കുക. ചുടുകട്ട നല്ല രീതിയിൽ ഇടിച്ച് പൊടിച്ച് ഭസ്മമാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ഇടിച്ച് പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുടുകട്ട ഇടിച്ച് പൊടിച്ച് എടുത്തിട്ട് അങ്ങനെ ഇടികട്ട പൊടി ആയതുകൊണ്ട് അത് ഇച്ചിരി വെള്ളം ചേർത്ത് കുഴച്ച് എടുക്കുക. എന്നിട്ട് വിളക്കി അകത്ത് മണ്ണിട്ട് തേക്കുക. ഇത് ഇട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി ഇത് നമ്മുടെ കൊച്ചു വിളക്ക്, മറ്റേ വലിയ വിളക്ക്. നമ്മൾ രണ്ട് വിളക്കാണ് കത്തിക്കുന്നത്. ഒന്ന് റൂമിൻ്റെ അകത്തും കത്തിക്കും, ഒന്ന് റൂമിൻ്റെ പുറത്തും കത്തിക്കും. രണ്ട് വിളക്കാണ് കത്തിക്കുന്നത് കർക്കിടക മാസത്തിൽ. അത് വിളക്ക് കാവ് പിടിച്ച ഇതിന് വിളക്കായിരുന്നു, വലിയ വിളക്ക്. അതെടുത്ത് കഴുകിച്ച് ചുടുക്കട്ട പൊടിച്ച് ഭസ്മമാക്കിയിട്ട് വിളക്ക് കഴുകിയിട്ട് ക്ലീനാക്കി വെച്ചാൽ നല്ല മനോഹരമായ പുത്ത വിളക്കം പോലെ ഇടിമിന്നെന്ന് കാണിച്ചു തരാം. നിനക്ക് ദിവ്യേ കൈ കഴിച്ച് ഉരച്ചിട്ട് ചുമ്മാ നിന്ന് നോക്കത്തില്ല. കൈ ഉരച്ചിട്ട് നല്ല ബലത്തിൽ തേക്കണം. ആ അത് ഇപ്പൊ നോക്കണം. നല്ല ബലത്തിൽ ഏറ്റാലേ വിളക്കത്തുള്ളൂ. ചുമ്മാ തേച്ചാൽ വിളക്കത്തില്ല. എനിക്കിട്ട് പണി തരുവാന്ന് തോന്നുന്നു. അല്ല പാട്ട് പ്രേക്ഷകരെ, നിങ്ങളെ വീട്ടിൽ വിളക്കൊക്കെ തേച്ച് നല്ല പള വിളക്കൊക്കെ തേച്ച് വിളക്ക് കത്തിക്കുക. ഇനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കരുവി വെള്ളത്തിൽ നല്ല വെള്ളത്തേക്ക് മുക്കിയെടുക്കുക. എവിടെ ഇരിക്കുക നമ്മള് കൊട്ടാരക്കര അമ്പലത്തിൽ വേണ്ടി പോയി വെച്ച് വേണ്ട. പുത്ത വിളക്ക് ഇടിമഞ്ഞ പുത്ത വിളക്ക് കണക്കായണ്ട. പുത്ത വിളക്കിന് കണക്കായതാ. കറുത്ത ക്ലാവ് പിടിച്ചെന്ന വിളക്ക് ഇടിമിന്നാണ് വിളക്ക് കണ്ട. നിങ്ങൾ ഇതുപോലെ ക്രൈം ചെയ്യുക, കരുവ് വൃത്തിയാക്കി എടുക്കുക. അത്രയുള്ള കേസ് നിങ്ങൾ സമ്മതിക്കുക.